എത്രയോ വിവിധ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ പ്രവർത്തിച്ചത്. അവരുടെ എല്ലാം പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കേരളത്തിന് കിട്ടിയിട്ടുള്ള സമരസതയും ഐക്യപ്പെടലും അത് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് തീവ്രവാദികൾ ആലപ്പുഴയിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിന് കാവൽക്കാരാകാൻ നിങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ, ഈ രാജ്യത്തിന് മറ്റൊരു കോട്ട കെട്ടാൻ, ഒരു പൊന്നാപുരം കോട്ട കെട്ടാൻ, അതിർത്തിയെ സംരക്ഷിക്കുന്ന ഒരു കോട്ട, ആ കോട്ട കെട്ടാനും ആ കോട്ടയെ ഒരാൾ പോലും വിള്ളലേൽപ്പിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യാനും വീടിനെയും കുടുംബത്തെയും ഈ സമൂഹത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട് എത്രയോ ആളുകൾ രാജ്യത്തിന്റെ അതിർത്തികളിൽ കാവൽ നിൽക്കാൻ പോകാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ടെങ്കിൽ, ആലപ്പുഴ എന്ന് പറയുന്ന സമരസതയുടെ കോട്ടയെ ചിലർ തകർക്കാൻ അവർക്ക് അണിയറയിൽ സാധിച്ചത് കൊണ്ടാണ് നിങ്ങൾ അവിലും മലരും കുന്തിരിക്കവും കരുതി വെച്ചോളൂ, ഞങ്ങൾ ഈ ഭൂമിയിലുണ്ട്, ആലപ്പുഴയിലുണ്ട് എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യദ്രോഹ മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ ഇവിടെ ചില ആളുകൾക്ക് സാധിച്ചത്. ആ മുദ്രാവാക്യം വിളിക്കുമ്പോൾ കേരളത്തിന്റെ പോലീസ് എവിടെയാണ്? കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് എവിടെയാണ്? കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കൈകളിൽ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളും വിവരങ്ങളുമില്ലേ? ഒരു നാട്ടിൽ ആര് വരുന്നു, ആര് താമസിക്കുന്നു, എന്തിനാണ് പിന്നെ ഇവിടെ ഒരു ഇന്റലിജൻസ് സംവിധാനം? ഇവിടെ മതത്തിന്റെ ആരാധന നടത്താൻ വേണ്ടി ക്രിസ്ത്യൻ സഹോദരന്മാർ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വന്ന് ബോംബ് സ്ഫോടനം നടത്തുന്നു. ആ ബോംബ് സ്ഫോടനം നടത്തിയതിനു ശേഷം കേരളത്തിലെ പോലീസ് അധികാരികൾ പോയി പ്രതിയെ പിടിക്കുകയല്ല, പ്രതി സ്വയമേവ കീഴടങ്ങിയാണ്. ഈ പ്രതിയാണ് ബോംബ് സ്ഫോടനം നടത്തിയത് എന്ന് കേരളത്തിലെ DGPക്ക് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? ആ പ്രതി പറയുകയാണ്, ഞാനിതാ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് കുളിച്ച് കുട്ടപ്പനായി തിരിച്ചു വന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് അവൻ തന്നെ വന്ന് കീഴടങ്ങുമ്പോ അവനെ പിടിച്ച് ഇവനാണ് പ്രതി എന്ന് തീരുമാനിക്കാൻ ഈ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് ആരാണ് അധികാരം കൊടുത്തത്? ഈ കേരളത്തിൽ തന്നെയാണ് തീവണ്ടി മുറിക്കുള്ളിൽ ബോംബ് സ്ഫോടനം നടത്താൻ വേണ്ടി ഒരു തീവ്രവാദി വന്നത്. ആ തീവ്രവാദി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടുള്ള കേരള പോലീസിനെ വെല്ലുന്ന അന്വേഷണം നടത്തിക്കൊണ്ട് മഹാരാഷ്ട്രയിലെ പോലീസ് വന്നില്ലേ? അവിടുത്തെ ആഭ്യന്തര സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചു. അവനെ പിടിച്ചുകൊണ്ടുപോയി. അവന്റെ പിറകിൽ പ്രവർത്തിച്ച ശക്തികളെ ഓരോന്നായി ഇപ്പോ കേന്ദ്രത്തിന്റെ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ച എനിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണ്. കോഴിക്കോട് 17 വയസ്സും 18 വയസ്സുമുള്ള ചെറുപ്പക്കാർ കോഴിക്കോട് വന്ന് ഹോട്ടലിൽ വന്ന് അവർ ജോലിക്കാരായി നിൽക്കുകയും അവർ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിനെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പ്രവർത്തിക്കുകയും ചെയ്തപ്പോ കേരള പോലീസ് അറിഞ്ഞില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിച്ചു. ഉത്തർപ്രദേശിലെ നട്ടലിലുള്ള യോഗി ആദിത്യനാഥ് വന്ന് തീവ്രവാദ പ്രവർത്തനം നടത്തി കേരളത്തിലെ പള്ളികളിൽ വരെ ബോംബ് വയ്ക്കാൻ, പള്ളികളെ തകർക്കാൻ, ഹിന്ദുവും മുസൽമാനും തമ്മിൽ സംഘടന ഉണ്ടാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ക്രിമിനലുകൾ, ഭീകരവാദികൾ ഈ കോഴിക്കോട് അങ്ങാടിയിൽ ജീവിച്ചിട്ട് അവനെ കൊണ്ടുപോകാൻ വന്നത് പിണറായി വിജയന്റെ പോലീസല്ല, യോഗി ആദിത്യനാഥിന്റെ പോലീസാണ്. കൊണ്ടുപോയി അന്വേഷണം നടക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊന്നും ചിന്തിക്കുന്ന രീതിയിലല്ല ആലപ്പുഴയിലെ പല കേന്ദ്രങ്ങളും. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി അദ്ദേഹം പറയുകയാണ്, ഞാൻ എന്റെ രാജ്യത്തെ മുഴുവൻ മക്കളെയും ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഏകോദര സഹോദരങ്ങളെ പോലെ നോക്കാൻ എനിക്ക് സാധിക്കുമെന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. രാജ്യസ്നേഹത്തിന്റെ കാര്യത്തിൽ ഒരാളും ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് എല്ലാവരോടും പറയുകയാണ്, മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ശോഭയുടെ ഗ്യാരണ്ടി അല്ല, നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ്. കേരളത്തിലെ ജനങ്ങളോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അന്നപൂർണ പദ്ധതി തന്നില്ലേ? ഞാൻ തെരുവിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അന്ത്യോദയ പദ്ധതി കൊണ്ടുവന്നില്ലേ? ഞാൻ ഇവിടുത്തെ വീടുകളിലേക്ക് കുടിവെള്ളം പൈപ്പ് വഴി എത്തിക്കാൻ ജൽനൽ പദ്ധതി കൊണ്ടുവന്നില്ലേ? ഞാൻ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് കിടന്നുറങ്ങാൻ വീടില്ലാത്തവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി കൊണ്ടുവന്നില്ലേ? ഒരു വീടിനകത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗമുള്ള ആളുകളെ ചികിത്സിക്കാൻ 22 ആശുപത്രികളെ എംപാനൽ ചെയ്തുകൊണ്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ 5 ലക്ഷം രൂപയുടെ ചികിത്സാ ഇൻഷുറൻസ് അത് ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ? കാർഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയില്ലേ? മോദിജി ചോദിക്കുകയാണ്. പെൺകുട്ടി ജനിച്ചു വീണാൽ അവൾക്ക് സുകന്യ സമൃദ്ധി പദ്ധതി, പെൺകുട്ടി കൗമാരപ്രായക്കാരിയെ അവൾ വിവാഹം കഴിച്ചാൽ അവൾക്ക് ഇന്ദ്രധനുഷ് യോജന പദ്ധതി, അവൾ അമ്മയായാൽ മാതൃവന്ദന പദ്ധതി, 300-ലധികം വരുന്ന കർമ്മ പദ്ധതികൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രഖ്യാപിച്ച് അവതരിപ്പിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു സംസ്ഥാനത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ ഏറ്റവും കൂടുതൽ ഔന്നത്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു കാലഘട്ടമല്ലേ ഈ കഴിഞ്ഞ 10 വർഷക്കാലം? അരൂരിൽ നിന്ന് കരുനാഗപ്പള്ളി വരെ ഒന്നുമില്ല. അരൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് നോക്കുമ്പോൾ അവിടെ അന്തർവാഹിനി കപ്പൽ 50,000 കോടി രൂപയുടെ അന്തർവാഹിനി കപ്പൽ പണിയുന്നു.
ആ കപ്പൽ വെള്ളത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിജി വരുന്നു, ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. 16 ലോക രാജ്യങ്ങളിലേക്കുള്ള യുദ്ധോപകരണങ്ങൾ സപ്ലൈ ചെയ്യുന്നവരുടെ നാടായി കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മാറുന്നു. എന്നാൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ നെൽകർഷകരുടെ മടവീഴ്ച തടയാൻ ഒരു ശാസ്ത്രീയ മാർഗം പോലും ആവിഷ്കരിച്ചെടുക്കാൻ സാധിക്കാത്ത പഞ്ചായത്തും ബ്ലോക്കും ജില്ലയും അതുപോലെ അസംബ്ലിയിലെ MLA-യും മുൻ MP-യും മുഖ്യമന്ത്രിയും എല്ലാം ഉണ്ടായിട്ടും ഞാൻ നോക്കിയപ്പോ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം വികസനം എന്നുള്ളത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു മണ്ഡലമായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ട കാര്യമില്ലെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വിഷയങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ നിൽക്കുന്നത്, നിങ്ങളുടെ സഹോദരിയായിട്ട് ഞാനിവിടെ നിൽക്കുന്നത്, ഈ രാജ്യത്തോടുള്ള സ്നേഹം, കൂറ്, ആദരവ്, അതാണ് ഒന്നാമതായിട്ട് ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത്. അവൻ മാർക്സിസ്റ്റ് ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, ലീഗ് ആവട്ടെ, അവന് പറയാൻ സാധിക്കണം ഈ നാട് എന്റെയാണ്. ഈ നാടിന്റെ അതിർത്തി കാവൽ നിൽക്കുന്ന പട്ടാളക്കാരന് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനത്തോട് കൂടിയിട്ട് കൊണ്ടു നടക്കണം എന്ന് പറയാൻ സാധിക്കണം. 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി ഇവിടുത്തെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കൊണ്ടുവരും എന്നാവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് അത് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരുപാട് ആവശ്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ഒരുപക്ഷെ സംഘടനയ്ക്ക് ഇനിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ 23-ാം തീയതി രാജ്യത്തിന്റെ ഹോം മിനിസ്റ്റർ അമിത്ഷാജി തന്നെ ആലപ്പുഴയിലേക്ക് വരികയാണ്. അദ്ദേഹം വരുമ്പോൾ പൂർവ്വ സൈനിക പരിഷത്തിന് അദ്ദേഹവുമായിട്ട് ഏതെങ്കിലും ഒരു ഫയൽ കൊടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ആ ഫയൽ അദ്ദേഹത്തിന്റെ കൈകളിൽ കൊടുക്കും എന്ന് പറയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയും. എന്താണ് ഇവിടുത്തെ സഹോദരന്മാർ ചിന്തിക്കുന്നത്? എന്താണ് ഇവിടുത്തെ സൈനിക ശക്തിയുടെ കാവലാൾമാരായിട്ട് പ്രവർത്തിച്ച ആളുകളുടെ മനസ്സിനകത്തുള്ള ചിന്തകൾ? എന്തെല്ലാം ആവലാതികളും അതുപോലെ തന്നെ പരാധീനതകളും ഉൾപ്പെടെ ഉണ്ടാകും. കാരണം അവിടെ നിന്ന് റിട്ടയർമെന്റ് ചെയ്ത് വന്ന് ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ടോ? ഇതിനെക്കുറിച്ചെല്ലാം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ എനിക്ക് സാധിക്കും. നോക്കൂ, ഇവിടെ എന്നെ പല ആളുകളും കണ്ട സമയത്ത് പറഞ്ഞു ECHന്റെ അതിന്റെ ഒരു സർവീസ് അത് വളരെയധികം ഞങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് പല ആളുകളും എന്നെ കാണാൻ വരികയുണ്ടായി. അപ്പൊ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നിങ്ങൾ പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ എനിക്കല്ല അമിത്ഷാജിക്ക്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വായിക്കാൻ ഒരു പരാതി സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചുകൊണ്ട് ഒരു പേപ്പർ 22-ാം തീയതിക്കുള്ളിൽ തരികയാണെങ്കിൽ അത് ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കുമെന്നും, ഞാൻ ഇവിടെ വന്നത് എന്റെ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതുവരെ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇവിടെ വന്നത് വോട്ട് ചോദിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ്. ആ ജനവിധി തേടുന്ന സമയത്ത് എന്റെ മുന്നിലുള്ള 2 രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അതിൽ ഒരാൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായിട്ട് രാജ്യവ്യാപകമായി ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഒരാളാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നല്ല പ്രഗത്ഭന്മാരുമായിട്ട് എനിക്ക് ഏറ്റുമുട്ടാൻ സാധിക്കാറുണ്ട്. ഇവിടെ കോൺഗ്രസിലെ തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ക്ഷയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹം അഖിലേന്ത്യാ നേതാവായതിനു ശേഷം കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരുടെ 2 മക്കളെയും നമുക്ക് സംഭാവന നൽകിയിട്ടുള്ള ആ JC വേണുഗോപാലിനെതിരെ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്താൻ സാധിച്ചത് ഈ നാടിന്റെ അഭിമാന സൂചകമായിട്ട് ഞാൻ കരുതുകയാണ്. എനിക്കതിനൊരു അവസരം ജഗദീശ്വരനായിട്ട് ആ അവസരം എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. ഞാൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായിട്ട് വരും എന്ന് തീരുമാനമെടുത്ത ഒരാളല്ല. ഞാൻ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നും മറ്റു ചില മണ്ഡലങ്ങളിൽ പ്രസംഗിക്കാൻ അവരുടെ കാര്യങ്ങൾ നോക്കാനും എന്നെ വിനിയോഗിക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ കൂടിയാലോചിച്ച് മത്സരിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴയിൽ വന്നത്. ഞാൻ ആലപ്പുഴയിൽ വരുന്നതിന് മുൻപ് തന്നെ ഇവിടെയുള്ള ഒരു വലിയ ബിസിനസ് ലോബി, ആ ബിസിനസ് ലോബിയുടെ ചില പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും ആ പ്രവർത്തനങ്ങളെ ഞാൻ നിരീക്ഷിച്ചു നോക്കിയ സമയത്ത് അതിനകത്ത് ഏറ്റവും വലിയ കാപ്പട്യത്തിന്റെ പൊയ്മുഖമായിട്ട് KC വേണുഗോപാൽ വർത്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിൽ നിന്ന് പല മറ്റു പരിശോധനകൾ രാജസ്ഥാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കേരളത്തിന്റെ രാജസ്ഥാനുമായിട്ടുള്ള പാലമായി വർത്തിക്കുന്നത്
പറഞ്ഞിരിക്കുന്നത് ഈ ടിക്കാറാം മീണയാണ് എന്ന് മനസ്സിലാക്കാനും ചില രേഖകൾ കിട്ടാനും സാധിച്ചു. ആദ്യം ഞാനിത് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞപ്പോ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറയുന്നത് കാപ്പട്യമാണ് എന്ന് പറഞ്ഞു. 7 ദിവസം മുമ്പ് ടിക്കാറാം മീണയുടെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നു. ആ ഇന്റർവ്യൂവിൽ ടിക്കാറാം മീണ പറയുകയാണ്, ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ടുള്ള റിട്ടയർമെന്റ് ആയിട്ട് ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചത് കേരളത്തിലാണ്. മാറി മാറി വരുന്ന മുഖ്യമന്ത്രിമാരുടെ കൂടെ അവരുടെ കൂടെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, ഉന്നതമായിട്ടുള്ള പോസ്റ്റിൽ ഇരുന്നിട്ടുണ്ട്. എനിക്ക് KC വേണുഗോപാൽ പറഞ്ഞിരുന്നു രാജസ്ഥാനിലെ ഒരു MP സീറ്റ് തരുമെന്ന്. ഞാൻ അദ്ദേഹത്തിന്റെ സുഹൃത്താണ്, അദ്ദേഹം അത് തരാൻ തയ്യാറായിരുന്നു. എന്നാൽ അശോക് ഗെഹ്ലോട്ടിനെ പോലെയുള്ള ആളുകൾ എതിർത്തത് കൊണ്ടാണ് രാജസ്ഥാനില് എനിക്ക് മത്സരിക്കാൻ സാധിക്കാതെ പോയത് എന്ന് മലയാളത്തിലെ പ്രമുഖമായ ഒരു ചാനലിന് ടിക്കാറാം മീണ തപ്പി മലയാളത്തിൽ ഇന്റർവ്യൂ കൊടുക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ ഈശ്വരൻ ഉണ്ട് എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണിത്. ഏത് ഉദ്യോഗസ്ഥനാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട മേജർ മൈനിങ്ങിന്റെ ഫയലുകൾ പൂഴ്ത്തിയത് എന്ന് അന്വേഷിക്കുന്നതിനിടയിലാണ് ഞാൻ തന്നെയാണ് കിണ്ണം കെട്ടത് എന്ന് തെളിയിച്ചുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അവിടെ കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. 1000 കോടി രൂപ ആലപ്പുഴക്കാരുടെ മക്കൾക്ക്, ഈ സമൂഹത്തിന്, ഈ കേരളത്തിന് പൊതുമേഖലാ സ്ഥാപനത്തിലൂടെ വിറ്റഴിക്കാൻ സാധിക്കുന്ന ബ്രുസൈറ്റ്, സിർക്കോണിയം, മോണോസൈറ്റ് ഉൾപ്പെടെയുള്ള ധാതു ലവണം അത് കേരളത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1000 കോടി രൂപയുടെ. അതിനെതിരെ പ്രതികരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഒരു ദിവസം മാത്യു കുഴൽനാടൻ വന്നത്. മാത്യു കുഴൽനാടൻ പറഞ്ഞു, എക്സാലോജിക്കിന് ഞാൻ എതിരാണ്, പിണറായി വിജയന് ഞാൻ എതിരാണ്, ഞാൻ ഇവിടുത്തെ കരിമണൽ ഖനനത്തിനെതിരാണ്, ഞാൻ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞ് ആവശ്യത്തിനുള്ള പണം മാത്യു കുഴൽനാടിന്റെ വീട്ടിലെത്തിയപ്പോ, നിങ്ങൾ സിനിമ കാണുന്നവരാണോ എന്ന് എനിക്കറിയില്ല, വെള്ളിമൂങ്ങ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു മണിമല മാമച്ചനുണ്ട്. ആ മണിമല മാമച്ചനെ പോലെ മാത്യു കുഴൽനാടൻ പിൻവാങ്ങിയ ഒരു ചരിത്രം ഇവിടെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ പ്രത്യക്ഷമായിരിക്കുകയാണ്. എന്നിട്ട് എനിക്കെതിരെ കേസുമായിട്ട് വേണുഗോപാൽ വന്നു. സന്തോഷം, എനിക്ക് കേസൊന്നും കുത്തിരിയില്ല. ഞാൻ ഒരാളുടെയും അതിർത്തി തർക്കത്തിന് പോകുന്ന ആളല്ല, വേറൊരു കേസിലും ഞാൻ പ്രതിയല്ല. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കേസുകൾ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ വേണുഗോപാൽ ഒരു കേസ് കൊടുത്തു. പക്ഷേ ഒരു സ്ത്രീ അഖിലേന്ത്യാ തലത്തിൽ ഇത്രയും പ്രമാണിയായ ഒരു നേതാവിനെതിരെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് 20 ദിവസം കഴിഞ്ഞിട്ടാണ് കേസുമായിട്ട് അദ്ദേഹം പോയത്. കേസുമായിട്ട് പോകാൻ 20 ദിവസം കഴിഞ്ഞു. എന്നിട്ടോ സെക്രട്ടേറിയറ്റിന്റെ ഫയലുകൾ 1.5 ആഴ്ച മുമ്പ് കാണാതായി. ഫയൽ എന്നാണോ കാണാതായത്, ആ ഫയലെല്ലാം മാറ്റിയതിനു ശേഷം പിറ്റേ ദിവസം കേസുമായി പോകുന്ന വേണുഗോപാലിനെ ഇവിടെ കാണാൻ സാധിച്ചു. ഞാൻ സൂചിപ്പിച്ചത്, ഇവിടത്തെ എന്റെ മുതിർന്ന കാര്യകർത്താക്കന്മാർ ഇതെല്ലാം ഒന്ന് മനസ്സിൽ വെക്കണം. ഒരു സ്ത്രീ ഈ സമൂഹത്തിൽ ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് നിങ്ങളെല്ലാം ശോഭയുടെ ചേട്ടന്മാരായിട്ട്, സഹോദരന്മാരായിട്ട്, സഹോദരിമാരായിട്ട് എന്റെ പിറകിലുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ദിവസവും ഓരോ സമര പോരാട്ടവുമായിട്ട് ഞാൻ മുന്നോട്ട് വരുന്നത്. ഇതെനിക്കൊരു രാഷ്ട്രീയ പ്രവർത്തനമല്ല, ഇതൊരു പൊതുപ്രവർത്തനത്തിന്റെ ഭാഗം മാത്രമല്ല. ഇതെനിക്ക് ഈ സമൂഹത്തിൽ ഞാൻ ഉൾപ്പെടെ, നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ അഴിമതിക്കെതിരെ കനത്ത പോരാട്ടം ഇനിയും കേരളത്തിന്റെ മണ്ണിൽ നടത്തേണ്ടി വരും. അതിന് ഈ സൈനിക പരിഷത്തിന്റെ, പൂർവ്വ സൈനിക പരിഷത്തിന്റെ കൂടി അനുഗ്രഹം ഞാൻ ഹൃദയപൂർവ്വം ചോദിക്കുന്നു. എന്റെ മറ്റൊരാളുള്ളത് മുൻ MP ആണ്. ആളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുലാണ്. വേണുഗോപാലിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും രാഹുലാണ്. ഈ ജന്മത്തെ രാഹുലിന് ആ കസേരയിൽ ഇരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഇവിടെയുള്ള വിവേകമുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. അപ്പൊ നമ്മുടെ ആരാധനായ മോദിജി 400-ൽ പരം സീറ്റുകൾക്ക് ജയിച്ചുകൊണ്ട് പാർലമെന്റിൽ ഇരിക്കുമ്പോൾ ആലപ്പുഴയുടെ വികസന സ്വപ്നം അത് ചർച്ച ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ശോഭ പോയാൽ പോരെ എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. മോദിജിയെ സ്നേഹിക്കുന്ന ഒരാൾ കഴിഞ്ഞ 8 വർഷമായി അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കാൻ വളരെ കഷ്ടപ്പെട്ട് പരാധീനതകളുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് പട്ടിണി കിടന്ന് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന് ഈ പാർട്ടിയുടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ച ഒരു സാധാരണക്കാരി. എന്റെ പാർട്ടിക്ക് മാത്രമേ ഇങ്ങനെ ആളുകളെ മുകളിലേക്ക് പണിയെടുത്തവരെ ഉയർത്താൻ സാധിക്കൂ. ST വിഭാഗത്തിൽ നിന്ന് ദ്രൗപദി മുർമുവിനെ രാജ്യത്തിന്റെ രാഷ്ട്രപതി കസേരയിൽ എത്തിക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ മഹത്വം അത്രയേറെ ഉണ്ട് എന്നുകൂടി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ എനിക്ക് അവിടെ പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്.
കൂട്ടത്തിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ MP ആയിട്ട് എന്നെ നിങ്ങൾ വിജയിപ്പിക്കുമ്പോൾ ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു സിനിമയിൽ ഒരാൾ പറഞ്ഞു, അതിങ്ങനെയാണ്: മുഖ്യമന്ത്രി നാട്ടുകാരുടെ പണിക്കാരനാകുന്നു. ഞാൻ എന്നെ പറയുകയാണ്, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് എന്നെ നിങ്ങൾ വിജയിപ്പിക്കുമ്പോൾ ഞാൻ ആലപ്പുഴ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജോലിക്കാരിയായിരിക്കുമെന്ന തീരുമാനമെടുത്തുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത്. ആ ജോലി കൃത്യമായി നിർവഹിക്കാൻ, ചെയ്യാൻ, എനിക്കറിയാത്ത കാര്യങ്ങൾ എന്റെ അറിവിലേക്ക് പകർന്നു തരാൻ എന്നേക്കാൾ കൂടുതൽ അറിവും പ്രാപ്തിയുമുള്ള ഇവിടെ ഇരിക്കുന്ന പൂർവ്വ സൈനിക പരിഷത്തിലെ ഒരുപാട് ആളുകളുടെ സഹായം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ്, അനുഗ്രഹിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കണ്ടതിനും എന്നെ സ്വീകരിച്ചതിനും ഈ സ്നേഹത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ തന്നെ നമ്മുടെ ഒരു മെമ്മോറാണ്ടം ശ്രീമതി ശോഭാജിയെ ഏൽപ്പിക്കുകയാണ്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ മെമ്മോറാണ്ടം ശ്രീമതി ശോഭാജിയെ ഏൽപ്പിക്കുന്നു. ഇതിൽ വൺ പെൻഷൻ്റെ അപാകതകളും ECHSന്റെ പ്രശ്നങ്ങളും ഒക്കെ ഇതിൽ സംക്ഷിപ്തമാണ്. ശ്രീമതി ശോഭാജി ഇതിന് വേണ്ട നടപടികൾ എടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത ചടങ്ങിലേക്ക് തുടങ്ങാം. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ R. ശ്രീകുമാർ സാറിനെ രണ്ടു വാരം സംസാരിക്കുന്നതിന് ക്ഷണിച്ചു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ആലപ്പുഴ ജില്ലാ PSSPയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ശ്രീ രാജഗോപാലൻ നായർ, നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ സ്വീകരണം ഏറ്റുവാങ്ങിയ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെ ആലപ്പുഴ ജില്ല ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥി BJPയുടെ കരുത്തുറ്റ സാരഥി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ബാക്കി എൻ്റെ വേദിയിലുള്ള എൻ്റെ സഹപ്രവർത്തകരെ, സദസ്സിലുള്ള അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെയും സൈന്യ മാതൃശക്തിയുടെയും പ്രിയപ്പെട്ട പ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ സാദര പ്രണാമം. ശ്രീമതി ശോഭാ സുരേന്ദ്രനുമായിട്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് എനിക്ക് വേദി പങ്കിടാനായിട്ട് അവസരം ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം തൃശ്ശൂരിൽ നടന്ന അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെ ജില്ലാ സമ്മേളനത്തിൽ ഇതേപോലെ മുഖ്യ പ്രഭാഷണം ഞാൻ നടത്തുമ്പോൾ ശ്രീമതി ശോഭാജി ആയിരുന്നു അവിടെ ഉദ്ഘാടകയായിട്ട് വന്നിരുന്നത്. അന്നും ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടാതെ ഇങ്ങോട്ട് അവർ എന്നോട് പറഞ്ഞു, സാറേ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ഞാൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റി അവര് എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു പ്രമേയ രൂപത്തിൽ എന്നെ ഏൽപ്പിച്ചാൽ എന്റെ കഴിവിന്റെ പരമാവധി നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടുകൊണ്ട് പ്രൈം മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് ഇങ്ങോട്ട് നമ്മളോട് പറഞ്ഞതാണ്. അന്ന് അവർ സ്ഥാനാർത്ഥിയല്ല, ഇന്ന് അവർ നമ്മുടെ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയാണ്. ഞാനിവിടെ എത്തിയിട്ടുള്ളത് അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെ സംസ്ഥാന സമിതിയുടെ ആശംസകൾ അറിയിക്കുവാനായിട്ടാണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ഇവിടുത്തെ തൽക്കാല ഇവിടുത്തെ പ്രസന്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും ശോഭാജിക്ക് വോട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കത് മാത്രം പോരാ, ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ന് 17 8 10 ദിവസങ്ങൾക്കുള്ളിൽ നമ്മള് ബൂത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് വോട്ട് ചെയ്യാനായിട്ട്. അതിനു മുമ്പായിട്ട് നമ്മളിൽ ഓരോരുത്തരും കുറഞ്ഞത് ഒരു 10 പേരെയെങ്കിലും നമ്മളുടെ ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട് നമ്മളുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച് ഈ കരുത്തുറ്റ വനിതയെ പാർലമെന്റിലേക്ക് പറഞ്ഞു വിട്ടാൽ അതിന്റെ ഗുണഭോക്താക്കളായി ഭവിക്കുന്നത് നമ്മുടെ മണ്ഡലത്തിലെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായിട്ടുള്ള ജനങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരുടെ വ്യക്തിപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. പത്രത്തോല ഒരു ദരിദ്ര കുടുംബത്തിൽ 6 പെൺകുട്ടികൾ അടങ്ങുന്ന ഒരു ദരിദ്ര കുടുംബത്തിൽ 6ാമത്തെ പെൺകുട്ടിയായി ജനിച്ചുകൊണ്ട്
ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ലെങ്കിൽ യുവമോർച്ചയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥി പരിഷത്തിന്റെ ഒക്കെ പോസ്റ്റർ ഒട്ടിക്കാനും സിന്ദാബാദ് വിളിക്കാനും കേരളത്തിൽ ഒരാളും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ കൂടെ കടന്നു വന്ന് ഈ പാർട്ടിയുടെ ദേശീയ തലത്തിലെത്തി ശ്രദ്ധ പിടിച്ചു വെച്ചിട്ടുള്ള ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗ പാഠവും നമ്മൾ പലതവണ പലയിടത്തും കേട്ടിട്ടുള്ളതാണ്. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കണം, 20 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളിൽ സ്ത്രീകളെയാണ് നിർത്തിയിട്ടുള്ളതെന്നുള്ളത് നമ്മൾ ആവേശപൂർവ്വം നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ആവേശപൂർവ്വം കൈയടിച്ചേ പറ്റൂ, കൈയടിച്ചേ പറ്റൂ. മറ്റു മുന്നണികളിൽ എത്ര സ്ത്രീ സാരഥികളുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കൂ. എൻഡിഎയുടെ സ്ഥാനാർത്ഥികളായി നരേന്ദ്രമോദിജിക്ക് പിന്തുണ അർപ്പിക്കുവാനായി കേരളത്തിൽ 20-ൽ 5 സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ മത്സരിപ്പിക്കുന്നതെന്ന് ഓർക്കുക. അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പരിവാർ സംഘടനയാണ്. ദേശീയതയിൽ ഊന്നി പ്രവർത്തിക്കുന്ന, ദേശീയതയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. RSSന് മറ്റൊരാൾക്ക് വോട്ട് ചെയ്യുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിന്റെ പരിവാർ സംഘടനയായ വിമുക്ത ഭടന്മാരുടെ സംഘടനയായ അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്തും അതിന്റെ വനിതാ സംഘടനയായ സൈന്യ മാതൃശക്തിയും ഇന്നിവിടെ സംഘടിപ്പിച്ച ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി ഞാൻ കരുതട്ടെ. എറണാകുളത്ത് നിന്നും ഇവിടത്തേക്ക് ഓടി എത്താൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ വേദി നമുക്ക് ശോഭാ സുരേന്ദ്രനെ ജയിപ്പിച്ചതിന് ശേഷം അവർക്ക് സ്വീകരണം കൊടുക്കാനും കൂടി നടക്കുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനം ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം നീങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്ദേ ഭാരത്, ജയ് ഹിന്ദ്. അടുത്തതായിട്ട് നമ്മുടെ SMS-ന്റെ പ്രഭാരിയായിട്ടുള്ള ശ്രീ മോഹൻകുമാർ സാറിനെ 2 വാക്ക് സംസാരിച്ചിട്ടുണ്ട്. ആദരണീയനായ യോഗാധ്യക്ഷൻ ശ്രീ രാജഗോപാൽജി, ഇന്ന് നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തി നമ്മുടെ സ്വീകരണം ഏറ്റുവാങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ശ്രീ ശോഭാജി, SMS-ന്റെ ഭാരവാഹികൾ, ABVP-യുടെ അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്തിന്റെ രക്ഷാധികാരി, മറ്റ് വേദിയിലിരിക്കുന്ന അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്തിന്റെ സാരഥികൾ, അതുപോലെ സദസ്സിലിരിക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാര്, സഹോദരിമാര്, സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ തയ്യാറാകുന്നില്ല. എങ്കിലും ദീർഘകാലം ആംഡ് ഫോഴ്സസിൽ സർവീസ് ചെയ്യാനൊരു ഭാഗ്യം ലഭിച്ചു. അതുപോലെ തന്നെ ഇന്ന് ഒരു പൂർവ്വ സൈനികനായി അഭിമാനപൂർവ്വം ജീവിച്ചിരിക്കുന്നു. അതിന്റെ വെളിച്ചത്തിൽ 2 കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമേ തന്നെ പറയട്ടെ, നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളുടെയും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ നൽകി അദ്ദേഹത്തിനെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ 70കളിൽ സർവീസ് ചെയ്ത് ധാരാളം ആൾക്കാർ ഇവിടെ ഉണ്ടായിരിക്കും. 70കളുടെ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1971 യുദ്ധാനന്തരം വലിയ പ്രതീക്ഷകളോടുകൂടിയായിരുന്നു അന്നത്തെ ശിപ്പായിമാരെ കാത്തിരുന്നത്. കാരണം പേ കമ്മീഷൻ വരുന്നു, പ്രഖ്യാപനമുണ്ടായി. നമ്മള് യുദ്ധം ജയിച്ചു. ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ പറഞ്ഞു, നമ്മുടെ ഹയർ ഓഫീസേഴ്സ് പറഞ്ഞു, നമ്മുടെ യുദ്ധം കഴിഞ്ഞു, നമ്മൾ ജയിച്ചു, ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം വാങ്ങി കൊടുത്തു, പാകിസ്ഥാനെ തോൽപ്പിച്ചു, നമ്മുടെ ശല്യം ഒഴിഞ്ഞു. ഈ പേ കമ്മീഷന് നമ്മുടെ ശമ്പളം വർദ്ധിക്കും. സിവിൽ സ്റ്റാഫിനെ, സിവിൽ ഉദ്യോഗസ്ഥന്മാരെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അന്ന് നമുക്ക് തുച്ഛമായിട്ടുള്ള ശമ്പളമായിരുന്നു കിട്ടിയിരുന്നു. കയ്യും കാലും കെട്ടിയിട്ട് അല്ലെ കെട്ടിയിടപ്പെട്ട മാമൂടി കെട്ടിയ ഒരു സർവീസാണ്, ഒരു സേവനമാണ് ഇന്ത്യൻ പട്ടാളക്കാരൻ്റെ. നമുക്കൊന്നും പറയാനൊക്കില്ല, ചലിക്കാനൊക്കില്ല. അനുസരണയുള്ള നല്ല കുഞ്ഞാടുകളായിട്ട് ധീരന്മാരായ ജവാന്മാരായി കഴിയാൻ മാത്രമേ നമുക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. പേ കമ്മീഷൻ, തേർഡ് പേ കമ്മീഷൻ നിൽക്കുന്നു. 70കളുടെ ആദ്യമാണ്. പക്ഷേ അന്നത്തെ ഗവൺമെന്റ്, അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായ ഞാൻ വ്യക്തിയെ പേരെടുത്ത് പറയുന്നില്ല, അവര് തീരുമാനിച്ചത് അതുവരെ നമ്മുടെ പേ കമ്മീഷൻ ഇന്ത്യൻ റെയിൽവേയുടെയും
ഡിഫൻസിന്റെയും ഒരേ പേ കമ്മീഷൻ തന്നെയായിരുന്നു. പക്ഷേ അവർ ചെയ്ത ഏറ്റവും വലിയ ഒരു തെറ്റ്, നമുക്കൊന്നൊരു അവാർഡ് രണ്ടിനെയും രണ്ടായിട്ട് മാറ്റി. കാരണം പട്ടാളക്കാരന്റെ പേ കമ്മീഷൻ പ്രത്യേകമായി കഴിഞ്ഞാൽ അവനൊന്നും ചോദിക്കില്ല. സിവിലിയനാകുമ്പോൾ ചോദിക്കും. അവൻ സമരം ചെയ്യും പാർലമെന്റ് മുമ്പില്, അവൻ ജോലി ചെയ്യില്ല. പക്ഷെ പട്ടാളക്കാരന് ശമ്പളം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, ഭക്ഷണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവൻ ജോലി ചെയ്തേ ഒക്കുള്ളൂ. ബ്രിട്ടീഷ് നിയമപ്രകാരമാണെങ്കിൽ അവനെ കൊല്ലുമായിരുന്നു. പക്ഷേ നമ്മൾ ജനാധിപത്യ രാജ്യമായത് അത് നടക്കില്ല. അവൻ അനുസരണയോട് ജീവിച്ചു പോകും. പക്ഷേ 70കൾ മുതല് പേ കമ്മീഷൻ മുതല്, തേർഡ് പേ കമ്മീഷൻ മുതല് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരുന്നു 1 rank 1 പെൻഷൻ. അന്ന് വരെ ആ സിവിലിയൻസ് ആര് പെൻഷനായാലും തന്നെ ആ ആനുകാലികമായിട്ടുള്ള അതിന്റെ പെൻഷൻ വർധന ഉണ്ടായിരുന്നു. പക്ഷേ പട്ടാളക്കാരൻ ചെയ്തില്ല. എന്തെങ്കിലും ഒന്ന് തൃപ്തിപ്പെടുത്തുക അത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതിനൊരു മാറ്റം വന്നത് 2014 ഇവിടുന്ന് അധികാരം വിട്ടൊഴിഞ്ഞ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ അന്നത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭ 1 rank 1 പെൻഷൻ ദീർഘകാലമായിട്ടുള്ള നമ്മുടെ റിക്വസ്റ്റ് അത് സഫലീകരിക്കാൻ നമുക്ക് തന്നിട്ടുള്ള 900 കോടി രൂപയാണ്. ഈ രാജ്യത്താകമാനമുള്ള വിമുക്ത ഭടന്മാർക്ക്, അത് പൂർവ്വ സൈനികരെ സംതൃപ്തിപ്പെടുത്താൻ, അവരുടെ വോട്ട് മേടിക്കാൻ അന്ന് നമ്മുടെ ഭരണകർത്താക്കൾക്ക് നമുക്ക് തന്നിട്ട് പോയ പിച്ച കാശാണ് 900 കോടി രൂപ. എനിക്ക് തോന്നുന്നു ഒരു ജില്ലയിലെ പൂർവ്വ സൈനികരെ തൃപ്തിപ്പെടുത്താൻ അതൊന്നും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അന്ന് നമ്മളുമൊക്കെ ആലോചിച്ചു, ഇവരൊന്നും ഇങ്ങനെ വന്നിട്ട് പോയിട്ട് കാര്യമില്ല, ഇവർക്ക് വോട്ട് കൊടുക്കില്ല. അതിന്റെ ഫലമായി 2014 നമ്മുടെ മോദിജിയുടെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, മോദിജിയുടെ മന്ത്രിസഭ വന്നു. എത്ര നല്ല തുച്ഛമായിട്ട് ഉള്ള പെൻഷനാണ് എനിക്ക് കിട്ടിയിരുന്നത്. ഇന്നിപ്പോ 50,000 60,000 രൂപ പെൻഷൻ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് എന്റെ മകനൊരു മുട്ടായി മേടിച്ചു കൊടുക്കാൻ, അവന് വൃത്തിയായിട്ട് അവനെ സ്കൂളിൽ വിടാനുള്ള ആദ്യകാലങ്ങളിൽ എനിക്ക് ശമ്പളം കിട്ടിയിരുന്നില്ല. ഇന്നിപ്പം എന്റെ മക്കളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ പൊക്കോളൂ, നിങ്ങളുടെ കാര്യം നോക്കിക്കോളൂ, എന്റെ കൊച്ചുമക്കളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇന്ന് ഞാൻ പ്രാപ്തനാണ്. ഇതിന് ഒരവസരം ഒരുക്കി തന്നതാവും നമ്മുടെ മോദിജിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരുമാണ്, NDA ആണ്. ആയതിനെ ദീർഘിപ്പിക്കുന്നില്ല. അതിനെ മോദിജിക്കും ആ മന്ത്രിസഭയ്ക്കും കരുത്തേകാൻ നമുക്ക് ഇവിടുന്ന ഒരു MP വേണം. അത് ശോഭാജിയായിരിക്കണം. ശോഭാജി ജയിച്ചു പോയി കഴിഞ്ഞാൽ സാധാരണ MP അല്ല, ശക്തിയായ സ്ത്രീ ശക്തിയാണ്. അദ്ദേഹത്തിന് നമ്മൾ ഓരോ വോട്ടും കൊടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ സത്യത്തിൽ വളരെ വിഷമത്തിലാണ്. അദ്ദേഹത്തിന് ഒരു ആരോഗ്യ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടറെ കാണുന്ന ആളാണ്. എന്നിട്ട് പോലും ബുധനൂരിൽ സ്വന്തമായിട്ട് കാർ ഓടിച്ച് ഞാൻ ശോഭാജിയെ കണ്ടിട്ടേ പോകും, ബാക്കി കാര്യങ്ങൾ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആളാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് 10 മിനിറ്റ് സമയം കൊണ്ട് ആരോഗ്യ പ്രശ്നമുള്ള ആളാണ്. എങ്കിൽ പോലും ആവേശം കൂടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പിടിച്ചത് പതുക്കെ ഇങ്ങോട്ട് കുറച്ച് മതിയെന്ന് പറഞ്ഞത്. അത്ര പ്രയാസത്തിലായിട്ട് പോലും ശോഭാജിയോടുള്ള ആ ഒരു സ്നേഹവും ബഹുമാനവും കൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ പ്രയാസത്തിൽ ഇവിടെ എത്തിച്ചത്. ഞാൻ അധികം ദീർഘിപ്പിക്കില്ല. അടുത്തതായിട്ട് നമ്മുടെ രാംമോഹൻ സാറിന് ഒരു 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളു. വേദിയിലും സദസ്യങ്ങളുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാജിക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. സമയമില്ല, 26-ാം തീയതി നമ്മുടെ എല്ലാവരുടെയും വോട്ടിന് നമ്മളൊക്കെ പോവാണ്. ഒരു കാര്യം ഞാൻ പറയാണ്, നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കും. നമ്മൾ പ്രവർത്തിക്കണം അതിനു വേണ്ടി. അതിനുള്ള വിശ്വാസത്തോടെ നമ്മൾ പ്രവർത്തിച്ചാൽ ഇന്ന് നമുക്ക് നല്ലൊരു മന്ത്രി കിട്ടും. അതുകൂടാതെ ആലപ്പുഴയുടെ കംപ്ലീറ്റ് വികസനത്തിന്റെ എന്താണ് മാറ്റം വരാൻ പോകുന്നത് ലോകമെമ്പാടും നോക്കിക്കണം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കണം. നല്ല വിശ്വാസത്തോടെ ഇവരെ ജയിപ്പിച്ച് കിട്ടണം എന്നുള്ള വിനീതമായി എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ എതിർ സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് തന്നെ ഇപ്പൊ കൺഫ്യൂഷനാണ്. അവർക്ക് എങ്ങനെ ഇവരെ തോപ്പിക്കാം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അതാണ് ഇപ്പൊ നമ്മുടെ പാർട്ടി പ്രവർത്തകരോടല്ല, അവരുടെ പാർട്ടി പ്രവർത്തകരെ പറയാണ്, ശോഭ താമരയാണ് വിടരാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാറിനാണ് ഇപ്പൊ എല്ലാവരും അവരൊക്കെ പറയുന്നത്. അത്രമാത്രം അവരുടെ വിശ്വാസം കുറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പ്രവർത്തിക്കണം, ഒരു സമയം പോലും കളയരുത്.
ഇന്നിപ്പം കൂടുതൽ സംസാരിക്കാനുള്ള സമയമില്ല. അടുത്ത ഒരാഴ്ച നമുക്ക് നല്ലോണം പ്രവർത്തിച്ച് നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കും. നമുക്ക് നല്ല വികസനം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ശോഭാജിയെ സ്വീകരിക്കുന്ന ചടങ്ങാണ്. ആദ്യമായിട്ട് എല്ലാ യൂണിറ്റിൽ നിന്നുള്ള പ്രസിഡന്റുമാരുടെ എത്തി ശോഭാജിയെ സാറണിക്കാൻ ക്ഷണിച്ചു. ഷാളണിക്കുന്നതിന് വേണ്ടി യൂണിറ്റ് അംഗങ്ങളെല്ലാവരും ഷാളണിക്കാനായിട്ട് ഓരോരുത്തരായിട്ട് എത്തുക. സമയം കുറവുള്ള കാരണം ശോഭാജി ഇവിടുന്ന് പോയാലും ശരി, അടുത്ത പരിപാടി നമ്മുടെ പ്രവൃത്തിയും അതിനുശേഷം ദേശീയ ഗാനം കഴിഞ്ഞതിന് ശേഷമേ എല്ലാവരും ഇവിടെ പോകാവൂ.